അവനിന്ന് ഒഴിവാക്കടി, അവൻ നിനക്ക് മാച്ചല്ല. ഹലോ, ഞാൻ വീട്ടിലുണ്ടായിരുന്നല്ലോ. തോന്നിയില്ല, അതുകൊണ്ട് എടുത്തില്ല. ഹലോ, അവൻ പിന്നെയും വിളിച്ചായിരുന്നു രാവിലെ തന്നെ. എന്ത് ഷോ കൂടിയായിരുന്നു, എന്തോരം ചെയ്ത് വിളിച്ചെന്ന് തന്നെ. എനിക്ക് മടുത്ത്. എന്ത് ചെയ്യാനാണ്. എനിക്ക് അത് മനസ്സിലായി, പക്ഷെ കുറച്ചുകൂടി മുമ്പാണെങ്കിൽ കുഴപ്പം. ഇപ്പൊ ഇത്ര വരെ എത്തിയിട്ട് ഇനിയിപ്പോ ഇന്ന് രാവിലെ തന്നെ നീ പറഞ്ഞത് ആലോചിച്ചാൽ സ്വപ്നത്തിൽ തന്നെ എണീച്ച്. നിന്നോട് ഞാൻ എത്ര തവണയാണ് പറയണത് നിനക്ക് ഒട്ടും പെർഫെക്റ്റ് അല്ല അവനുള്ളത്. നീ എന്റെ കാര്യം എടുത്ത് നോക്കി, ഞാൻ എന്റെ ഹാപ്പിയാണെന്ന് പറഞ്ഞ റിലേഷൻഷിപ്പിൽ നീയാണിത് എപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നത്. എനിക്കറിയാം ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല. പിന്നെന്താ? പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്തിനും ചെയ്യണ്ടേന്നൊന്നും. നിനക്ക് അവനെ ഇഷ്ടമാണോ? എനിക്ക് അവനെ ഇഷ്ടമാണ്, പക്ഷെ അവനെ കാണാതിരിക്കുമ്പോഴത്തേന് എനിക്ക് നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എടി നീ നിർത്തിക്കോ, ഇനി ഒന്നും ആലോചിക്കണ്ടോ. ഇന്നത്തോടെ റിലേഷൻഷിപ്പിലൊന്നും അവസാനാക്ക്. എടി നിനക്ക് ഒട്ടും മാച്ചില്ലാത്തവൻ്റെ കൂടെ പോയിട്ട് ഒരു കാര്യമില്ല. എടി നിനക്ക് ബെറ്റർ ആയിട്ടുള്ള ആളെ ഞാൻ കൊണ്ടുതരാം, ഞാനില്ലേ കൂടെ. മതി കരഞ്ഞത്, ഇന്ന് തന്നെ ഒരു തീരുമാനമാക്കിയിട്ട് നീ എന്നെ ഒന്ന് വിളിക്ക് കേട്ടാ. ഓക്കെ, ഞാൻ വിളിക്കാം. അബി പറഞ്ഞതുപോലെ എനിക്കൊട്ടും മാച്ചല്ല അവൻ. ഞാൻ ഈ റിലേഷൻഷിപ്പിൽ ഒട്ടും ഹാപ്പി അല്ല. അവൾ പറഞ്ഞതുപോലെ ശരിക്കൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഞാനല്ലാതെ നിൽക്കുകയാണോ? പക്ഷെ ഞാനിത് പറഞ്ഞാൽ അവനെങ്ങനെ എടുക്കും? ഞാൻ എന്താ ചെയ്യണ്ടേ? ഇനി എന്തായാലും കുഴപ്പമില്ല, അവനെന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല. ഞാൻ അവനെ വിളിച്ച് പറയാൻ പോവുക ഈ റിലേഷൻഷിപ്പിന്. അനു, അവളുടെ വാക്കായിട്ട് അവനോടൊക്കെ നാണോ? നീ ആരാ? പേടിക്കണ്ട, എൻ്റെ മനസാക്ഷി. ഇത് നിന്റെ തീരുമാനമാണോ അത് അവളുടെയോ? അത് നീ ഒരു നിമിഷങ്ങളിൽ അവനെക്കുറിച്ച് ഓർത്തോ. നീ നിന്നെക്കുറിച്ച് മാത്രമല്ല ചിന്തിക്കുന്നുള്ളൂ. അവനെക്കുറിച്ച് ഓർത്തോ, അതുകൊണ്ടല്ലേ ഞാൻ. പക്ഷെ അഭി പറഞ്ഞല്ലോ ഞങ്ങളൊട്ട് മാച്ച് അല്ലാന്ന്. അവരെല്ലാം അവരുടെ റിലേഷനിൽ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ മാത്രം. അഭിയാണോ തീരുമാനിക്കുന്നത് നിന്റെ ലൈഫ്? ഇത് നിന്റെ ലൈഫാണോ അത് അഭിയുടെയോ? നീ കാണുന്നുണ്ടോ അവൾ ഹാപ്പിയാണോ അല്ലയോ എന്ന്? നീ എല്ലാം പറയുന്ന പോലെ അവൾ നിന്നോട് വന്നിട്ട് എല്ലാം പറയുന്നുണ്ടോ? എൻ്റെ റിലേഷൻഷിപ്പ് ടോക്സിക് അല്ലേ? അവനെപ്പോഴും എന്നോട് ദേഷ്യപ്പെടുക. ദേഷ്യപ്പെട്ട അത് ടോക്സിക് ആണോ? എന്നാ പിന്നെ എല്ലാ റിലേഷൻഷിപ്പും ടോക്സിക് ആണല്ലോ. മനസ്സിലായി, പക്ഷെ ഇന്നലെ നീ പബ്ബിലായിരുന്നില്ലേ, പിന്നെ എന്തിനാ നീ അവനോട് കള്ളം പറഞ്ഞേ? നിനക്കറിയോ ഇന്നലെ അവൻ എന്തിനാ നിന്നെ വിളിച്ചേന്ന്? ഇല്ല. അടുത്തോട്ടോ, കണ്ണടയ്ക്ക്. ഫൈനലി അതും കിട്ടി. ജോലി കിട്ടി അറിഞ്ഞ് അവൾ ഒരുപാട് ഹാപ്പിയാവും. എനിക്ക് മാത്രം എന്തോ എപ്പോഴും ഇങ്ങനെ. അവൻ അവളെന്നോട് പറഞ്ഞിട്ടാടാ പോയെ. ഇനി എന്താ, എനിക്കൊരു സെക്കൻഡ് ചാൻസ് കൂടെ തരാൻ പറ്റുമോ പ്ലീസ്? ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, ഇനി ആർക്കു വേണ്ടിയും ഞാൻ അവന് വിട്ടു കൊടുക്കാൻ തയ്യാറല്ല. വിളിച്ചു നോക്ക്, ചെല്ല്. ഹലോ എടാ, സോറി. ഞാനല്ലേ എന്നോട് സോറി പറയണ്ടേ? ഞാൻ അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു, എൻ്റെ മിസ്റ്റേക്കാ. സോറി. ഒരു മിനിറ്റ്, ഒരു കോൾ വരുന്നേ. ഹലോ അബി. അനു, എന്തായാലും നിന്റെ ഡിസിഷൻ? ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കറക്റ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഡിസിഷൻ എടുക്കുന്നത്. ഇപ്പം മനസ്സിലായി ആരെയും വേണ്ട വെക്കണ്ടേന്ന്. ബൈ.